Hallo, guten Tag. Willkommen auf meinem Kanal. Welcome to my channel Easy German in Malayalam. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടായിരുന്നു വീഡിയോസ് ഇടാൻ സാധിക്കാതെ പോയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അക്വസാറ്റീവ് പ്രിപ്പോസിഷൻ, അതായത് അക്വസാറ്റീവ് പ്രിപ്പോസിഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഞാൻ ഓൾറെഡി അക്വസാറ്റീവും ഡാറ്റയും രണ്ടിൻ്റെയും പ്രിപ്പോസിഷൻസ് ഞാൻ ഷോർട്സ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ഫ്യൂർ. ആദ്യമേ തന്നെ ഒരു പ്രിപ്പോസിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സമയത്തെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു ഡെസ്റ്റിനേഷൻ, ഒരു പോയിൻ്റ് ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഇൻ, അറ്റ്, ഓൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ജർമ്മനിലും ഉണ്ട്. ഫ്യൂർ, ഫോർ ഓർ ബൈ, അത് ആ ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ ദ ഗിഫ്റ്റ് ഈസ് ഫോർ മൈ ബ്രദർ. ദ ഗിഫ്റ്റ് ഈസ് ഫോർ മൈ ബ്രദർ. ഗിഫ്റ്റ് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റിന് പറയുന്നത് ഗഷേങ്ക് എന്നാണ്. ദസ് ഗഷേങ്ക് ഇവിടുത്തെ സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വെർബ് ഏതാണ്? ഈസ്. അതായത് സൈൻ എന്ന് പറയുന്ന വെർബ് തേർഡ് പേഴ്സൺ സിംഗുലർ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ദസ് ഗഷേങ്ക് ഇസ്ത്. ഇസ്ത് എന്നാവും അല്ലേ. ഇഷ് ബിൻ, ദു ബിസ്ത്, എർ സി എസ് ഇസ്ത്. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ കോൺജുഗേഷൻ പഠിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കി വീഡിയോസ് കൂടെ കാണുക, അപ്പം മനസ്സിലാവും. അപ്പോൾ വെർബ് കോൺജുഗേറ്റ് ചെയ്തു. ഇനി ഫോർ മൈ ബ്രദർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്യൂർ. ഫ്യൂർ. അപ്പോൾ ഇതിൻ്റെ കേസ് ഏതാണ്? ഇത് അക്വസാറ്റീവ് പ്രിപ്പോസിഷൻ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന നൗണോ പ്രൊനൗണോ എന്തായിരുന്നാലും ശരി, അത് അക്വസാറ്റീവ് കേസിൽ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ബ്രദർ, ബ്രദറിന് ജർമ്മനിൽ പറയുന്നത് ബ്രൂഡർ എന്നാണ്. അതിൻ്റെ ആർട്ടിക്കിൾ ഡെയർ ആണ്. അപ്പോൾ ഡെയർ ഇവിടെ ഇത് അക്വസാറ്റീവ് ആണല്ലോ, ഇവിടെ നമ്മുടെ പ്രിപ്പോസിഷൻ. അപ്പോൾ ഇവിടുത്തെ കേസും ഓഫ് കോഴ്സ് അത് അക്വസാറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ മസ്കുലിൻ അക്വസാറ്റീവ് കേസിൽ വരുമ്പോൾ മൈനൻ ബ്രൂഡർ എന്നാവും. ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് നോമിനാറ്റീവിൽ ഡെയർ ആവുന്നത്, പിന്നീട് അത് അക്വസാറ്റീവിൽ മസ്കുലിൻ ആവും, ഡെയിൻ ആവുന്നത്, ഡെയിം ആവുന്നത്. സോ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലെസൺ 4 ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ നോക്കാം. അറൗണ്ട്, അറ്റ്. ഇത് നമ്മൾ സമയങ്ങൾ പറയാനായിട്ട്, പിന്നെ ഇതുപോലെ ഒരു പ്ലേസ്, ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സമയമാണെങ്കിൽ അഹ്ടുവർ, അതായത് അറ്റ് 8 o'clock, 10 Uhr, 5 Uhr, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. ഇവിടെ ഞാൻ ഈ ഒരു മീനിങ്ങിലാണ് എഴുതിയിരിക്കുന്നത്. വി സിറ്റ് അറൗണ്ട് ദ ടേബിൾ, അതായത് ടേബിളിന് ചുറ്റും ഇരിക്കുന്നു എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പം വിയർ, ഇരിക്കുക എന്നുള്ളതിൻ്റെ വെർബ് സിറ്റ്സൻ. ഇനി നമ്മുടെ പ്രിപ്പോസിഷൻ അപ്പോൾ ഏത് കേസാണ് ഉപയോഗിക്കേണ്ടത്? അക്വസാറ്റീവ് പ്രിപ്പോസിഷൻ. ഇപ്പം നമ്മൾ വെർബ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ പ്രിപ്പോസിഷൻ്റെ കേസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ വരുമ്പോൾ അക്വസാറ്റീവാണ് ടിഷ്. അപ്പോൾ ടിഷിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ഡെയർ ടിഷ് ആണ്. അപ്പം നമുക്ക് മനസ്സിലായി അത് മസ്കുലിനാണ്, അക്വസാറ്റീവ് കേസാണ്. ഡെയർ എന്നുള്ളത് എന്താവും? ഡെയിൻ എന്നാവും അല്ലേ. മസ്കുലിൻ ഡെയിൻ എന്നാവും. അപ്പോൾ ഡെയിൻ ടിഷ്. ഇനി അടുത്തത് നോക്കാം. ഡൂർഷ്, ത്രൂ ഓർ ബൈ. അതായത് ഐ വാക്ക് ത്രൂ ദി പാർക്ക്. ഇപ്പം അതായത് ഞാൻ പാർക്കിലൂടെ ഞാൻ പാർക്കിലൂടെ നടക്കുന്നു എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ബൈ ആണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ദാറ്റ് വർക്ക് ഡൺ ബൈ മീ, ഇപ്പം ആ ഒരു ജോലി ഞാനാൽ ചെയ്യപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ളൊരു മീനിങ് വരുമ്പോൾ നമ്മൾ ബൈ യൂസ് ചെയ്യും. ഇനി അടുത്തത് ബിസ്, അതായത് ടിൽ, അപ് ടു, ബൈ, വിത്ത് ടൈം. അതായത് ഒരു ടൈം നമ്മൾ കാണിക്കുന്ന ഒരു പോയിൻ്റ് വരെ, ഇത്ര മണി വരെ,
അല്ലെങ്കിൽ ഇതുവരെ എന്നുള്ളൊരു അർത്ഥം കാണിക്കാനാണ് ഈ ഒരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഐ വർക്ക് ടിൽ 6 PM. ഞാൻ 6 മണി വരെ ജോലി ചെയ്യും. അപ്പോൾ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇഷ് വർക്ക് ചെയ്യുക എന്നുള്ളത് ആർബൈറ്റ. അതിൻ്റെ വെർബ് ഏതായിരുന്നു? ആർബൈറ്റൻ. അപ്പം ഐയോട്ട് കോൺജുഗേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇഷ് ആർബൈറ്റ അണ്ടിൽ ബിസ്. പിന്നെ 6 മണി, അത് അക്സെനുവർ. ഓക്കെ. ഇനി അടുത്തത് ഓണർ മീൻസ് വിത്തൗട്ട്. ഹി ഗോസ് വിത്തൗട്ട് ഹിസ് ഫ്രണ്ട്. ഹി എന്നുള്ളത് എയർ, പോകുക എന്നുള്ള വെർബ് ഗെയിൻ. അപ്പം എയർ എന്ന പേഴ്സണൽ പ്രൊണൗമിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എയർ ഗേറ്റ്, വിത്തൗട്ട്, ഓണർ, ഹിസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് എന്നുള്ളത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടല്ലോ, പൊസസീവ് പ്രൊണോമൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അവൻ്റെ, എൻ്റെ, അവളുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതിനൊരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈനൻ ഫ്രോയിൻഡ്, അവൻ്റെ ഫ്രണ്ട്. ഫ്രണ്ട് എന്നുള്ളത് ഒരു മസ്കുലിൻ നൗണാണ്, ഡെയർ ഫ്രോയിൻഡ്. മസ്കുലിൻ നൗൺ അക്യുസാറ്റീവ് കേസിൽ വരുമ്പോൾ സൈനൻ ഫ്രോയിൻഡ് എന്നാവും. ഓക്കെ. അടുത്തത് ഗേഗൻ. ഗേഗൻ മീൻസ് എഗെയിൻസ്റ്റ്, എറൗണ്ട്, ഇൻ ടു. പല മീനിങ്ങിൽ നമ്മൾ എഴുതും. ഇവിടെ ഷീ ഈസ് എഗെയിൻസ്റ്റ് ദി ഐഡിയ. അവൾ ഈ ഐഡിയക്ക് എതിരാണ്. ഷീക്ക് സി. ഈസ് എന്നുള്ളത് കോൺജുഗേറ്റ് ചെയ്ത് സൈൻ എന്നുള്ള വെർബ് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഈസ് തേർഡ് പേഴ്സൺ സിംഗുലാർ. എഗെയിൻസ്റ്റ് ഗേഗൻ ദി ഐഡിയ. ഐഡിയക്ക് നമ്മൾ പറയുന്നത് ഇഡേ. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡി തന്നെയാണ്. അക്യുസാറ്റീവ് കേസിൽ ഫെമിനിൻ നൗൺ ആകുമ്പോഴത്തേക്ക് ഡി ആയിട്ട് തന്നെയല്ലേ നമ്മളവിടെ എഴുതുന്നത്. മസ്കുലിൻ നൗണിന് മാത്രമല്ലേ നമുക്കവിടെ ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്, വ്യത്യാസം വരുന്നില്ല. സി ഈസ്റ്റ് ഗേഗൻ ഡി ഇഡേ. ഓക്കെ. അടുത്തത് എൻറ്റ്ലാങ്, എലോങ്. ഐ വാക്ക് എലോങ് ദ സ്ട്രീറ്റ്. ഐ ഇഷ് വാക്ക്, നടക്കുക എന്നുള്ള വെർബ് ഗേയൻ. ഇഷ് ഗേയ കോൺജുഗേറ്റ് ചെയ്തു. എലോങ് എൻറ്റ്ലാങ് ദ സ്ട്രീറ്റ്. ഇതും ഒരു ഫെമിനിൻ നൗണാണ്. ഫെമിനിൻ നൗണാണ്. അക്യുസാറ്റീവ് കേസിൽ ഡി തന്നെയാണ്. അപ്പോൾ ഇഷ് ഗേയ എൻറ്റ്ലാങ് ദി സ്ട്രാസ. ഞാൻ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്നു, ആ ഒരു മീനിങ്ങിൽ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.